മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിലെന്നും വാഴുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരവും അതുല്യവുമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്നവർക്കെല്ലാം സ്നേഹവന്ദനങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും മേൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ വക്താവും കറകളഞ്ഞ ജിഹാദിനിയുമായ ഷമാ മുഹമ്മദ് ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണൽ അഥവാ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് നടത്തിയ അവകാശവാദം കേട്ടപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് ഈ വീഡിയോ. ഈ ഷമാ മുഹമ്മദിന് മെഡിക്കൽ ബിരുദം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സെക്കുലർ വിദ്യാഭ്യാസമില്ലാതെ വെറും മദ്രസാ വിദ്യാഭ്യാസം മാത്രമുള്ള മദ്രസാ പൊട്ടന്മാർ പോലും ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഉന്നയിക്കാൻ ധൈര്യപ്പെടാത്ത അവകാശവാദങ്ങളാണ് ഷമാ മുഹമ്മദ് നടത്തിയിരിക്കുന്നത്. ഇസ്ലാം വളരെ ശാസ്ത്രീയമായ മതമാണ്. ഗണിതശാസ്ത്രം ഇസ്ലാമിലൂടെയാണ് ആവിർഭവിച്ചത്. ഒരു ഡോക്ടറായതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. ഇസ്ലാം ആധുനികമായ ശാസ്ത്രീയമായ മതമാണെന്നാണ് ഉളുപ്പ് എന്നത് ലെവലേശമില്ലാത്ത ഷമാ മുഹമ്മദ് അടിച്ചുവിട്ടത്. അവരാ പറയുന്നതിൻ്റെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. In Islam, there is very important thing during Ramzan is when we are traveling, we don't need to fast. So one, Muhammad Shami is traveling, he's not in his own place. Number two, he's playing a sport where he can be very thirsty, and nobody insists that when you're playing a sport that you have to fast. Number three, the Holy Quran, before we start a surah, it says Bismillahir Rahmanir Rahim, in the name of Allah, the most gracious, the most merciful. So every surah starts with Rahman ar-Rahim, the most gracious, the most merciful Allah. So Allah subhanahu wa ta'ala will definitely have mercy on these things. These are not things which He will not forgive you. It is your deeds which are very important also. And it's a very scientific religion. As you know that mathematics has come through Islam. The first surah which was revealed to Prophet Muhammad sallallahu alaihi wasallam through Angel Jibreel by Allah Ta'ala was Iqra bismi rabbikal ladhi khalaq. That is Surah Al-Alaq. Means the first line, Iqra bismi rabbikal ladhi khalaq, khalaqal insana min alaq. Iqra bismi rabbikal ladhi khalaq means read in the name of Allah. And the second verse says, I've made man from out of a clot of blood. And that is very scientific, because when the ova and the sperm come together, I'm a doctor myself, it's the first trimester is a clot of blood. So everything is there, and it's a very modern scientific religion, and you have to look at it in that way. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അനിസ്പ്രേയുടെ പരസ്യം പോലെയായി മാറിയത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് കാരണം. മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി അന്ധമായ ഇസ്ലാമിക പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇതൊക്കെ കേൾക്കുന്ന പൊതുജനങ്ങൾ കഴുതകളല്ല എന്ന കാര്യം ഇവരൊക്കെ എന്നാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇത്തരം നയങ്ങൾ ഹിന്ദു വോട്ടർമാരെ കോൺഗ്രസിൽ നിന്നും അകറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ എന്തുകൊണ്ടാണ് BJPയുടെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് കളം മാറി ചവിട്ടിയതെന്ന് ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരയിൽ പോയി കബഡി നിരത്തേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായ? രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം ആ വിഷയം വിടുകയാണ്. ഇസ്ലാം സയൻറ്റിഫിക് റിലീജിയൻ ആണെന്ന ഷമാ മുഹമ്മദിൻ്റെ അവകാശവാദം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒന്നാണ്. ഇസ്ലാമിനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും അത്യാവശ്യം അറിവുള്ള ഏതൊരാൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇസ്ലാമും സയൻസും എന്ന് പറഞ്ഞാൽ അത് അലുവയും മത്തിക്കറിയും പോലെയാണ്, അത്ര ചർച്ചയാണെന്നുള്ള കാര്യം. കേൾക്കുന്നവരുടെ IQവിനെ പരിഹസിക്കുകയാണ് ഷമാ മുഹമ്മദൊക്കെ ചെയ്യുന്നത്. ഈ ഷമാ മുഹമ്മദിന് MBBS സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് ചാത്തൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർക്ക് MBBS കിട്ടിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ദേശീയ പാർട്ടിയുടെ വക്താവായിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള വിവരക്കേടുകൾ തള്ളിവിടാൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് സാധിക്കുക? സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുണ്ടിലാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് ഇസ്ലാം മതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായ ഖുർആൻ. സൂറ 18 83 മുതൽ 86 വരെയുള്ള ആയത്തുകളിൽ അത് പറയുന്നുണ്ട്. അത് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. അങ്ങനെയുള്ള ആ മതം ശാസ്ത്രീയമാണത്രേ. അതുപോലെ സൂറ 31 10 16 15 21 31 ഭൂമി നിശ്ചലമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഭൂമി കുലുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആണി അടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ആ ആണികളാണ് പർവ്വതങ്ങളെന്നും ഖുർആനിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നത്
നക്ഷത്രങ്ങൾ പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയാണെന്നാണ് ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്നത്. സൂറ 67:5, 37:6 മുതൽ 10 വരെ, 15:16 മുതൽ 18 വരെ അവിടേക്ക് ഇത് പറയുന്നുണ്ട്. അതുപോലെ സൂറ 36:39 മുതൽ 40 വരെയുള്ള ഭാഗത്ത് പറയുന്നത് ഈ ചന്ദ്രൻ ഈത്തപ്പഴക്കൊലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു എന്നാണ്. ചന്ദ്രനെ ഈത്തപ്പഴക്കൊലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു. വാസ്തവത്തിൽ നമുക്കറിയാം ചന്ദ്രന് മാറ്റമൊന്നുമില്ല. ചന്ദ്രൻ എന്ന് പറയുന്നത് ഉപഗ്രഹമാണ്, അതിൻ്റെ രൂപത്തിലൊരു മാറ്റവും വരുന്നില്ല. പക്ഷേ ഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന ഭാഗത്തിന് അതിൻ്റെ വ്യത്യാസമാണത്. ഭൂമിയുടെ നിഴൽ തന്നെ ഇതിൽ പതിക്കുന്നു, ചന്ദ്രനിൽ പതിക്കുന്നതുകൊണ്ട് അത് ചില ഭാഗം കുറച്ച് ഇരുണ്ടുപോയി കാണുന്നു. മറുവശത്ത് ഈ നിഴൽ പതിക്കാത്ത ഭാഗത്ത് സൂര്യൻ്റെ വെളിച്ചം അതിൽ തട്ടുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ചന്ദ്രകല അങ്ങനെയൊക്കെ കാണും. ഇനി ഭൂമിയുടെ നിഴൽ ഒട്ടും പതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയുടെ നിഴൽ പതിച്ചാൽ അന്നത്തെ ദിവസം അമാവാസി എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണ്, അല്ലാതെ ചന്ദ്രന് ഒരു രൂപമാറ്റവും വരുന്നില്ല. പക്ഷെ ഖുർആനിനകത്ത് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഈത്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു. ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകം, ഇത് വിശ്വസിച്ച് നടക്കുന്ന ജനത, ആ പുസ്തകത്തിനെ ആധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന മതം, ആ മതം ശാസ്ത്രീയമാണ്, സയൻറ്റിഫിക് റിലീജിയനാണ്. സാമ്പിളിന് വേണ്ടി ഞാൻ ചിലതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലത്തെ ഇഷ്ടംപോലെ ശാസ്ത്രവിരുദ്ധമായ സയൻസിനെതിരായിട്ടുള്ള സംഗതികളാണ് ഖുർആനിലുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മതം അത് സയൻറ്റിഫിക്കാണ് എന്നൊക്കെ പറയാൻ സുബോധമുള്ള ഒരാൾക്കും കഴിയുകയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, ഷമാ മുഹമ്മദിനെ പറ്റിയല്ല, സുബോധമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഗണിതശാസ്ത്രം ഇസ്ലാമിലൂടെയാണ് ആവിർഭവിച്ചതെന്നുള്ള ഷമാ മുഹമ്മദിൻ്റെ പ്രസ്താവന അത് വിവരക്കേടിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്നുള്ളതാണ്. മനസ്സിലായേ? ചെറിയ വിവരക്കേടൊന്നും പോരാ, വിവരക്കേടിൽ ഡബിൾ PhD ഒക്കെ എടുക്കണം, എന്നാലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. വെറും 1400 കൊല്ലം മുൻപാണ് ഇസ്ലാം മതം അറേബ്യയിൽ രൂപം കൊള്ളുന്നത്. വെറും 1400 കൊല്ലം മുമ്പ്. അതിനും എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഗണിതശാസ്ത്രം ലോകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം കോൺഗ്രസിൻ്റെ ദേശീയ വക്താവിന് അറിയില്ലേ? ഇത്രയും ജനറൽ നോളജ് ഇല്ലാത്ത ഒരാളെയൊക്കെയാണോ ആ വക്താവായിട്ട്, ദേശീയ വക്താവൊക്കെ ആയിട്ട് പിടിച്ചിരുത്തുന്നത്? 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം എന്ന അറേബ്യൻ കൊള്ളക്കൂട്ടം രൂപപ്പെടുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുരാതന മെസൊപ്പൊട്ടോമിയയിലും ഈജിപ്തിലും ഗ്രീസിലും ഇന്ത്യയിലും ചൈനയിലും ഇറാനിലും ഒക്കെയുള്ള പുരാതന നാഗരികതകളാണ് ഗണിതശാസ്ത്രം വികസിപ്പിച്ചെടുത്തത്. ക്രിസ്തുവിന് മുമ്പ് 2000-ൽ ബാബിലോണിയക്കാർ ഒരു പുതിയ സംഖ്യാസമ്പ്രദായം വികസിപ്പിച്ചെടുത്തിരുന്നു. 10 നൂറ്റാണ്ടുകൾക്ക് മുൻപ് BC 2700-ൽ പുരാതന ഈജിപ്തുകാർ പിരമിഡ് നിർമ്മാണത്തിന് ഗണിതശാസ്ത്രം ഉപയോഗിച്ചിരുന്നു. കൃത്യമായ ഗണിതബോധമില്ലാതെ അത്തരം നിർമ്മിതികൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല, കണക്കൊക്കെ കൃത്യമായിരിക്കണം. അതുപോലെ യൂക്ലിഡും ആർക്കിമിഡിസും പൈതഗോറസും പ്ലേറ്റോയും തുടങ്ങിയ ഗ്രീക്കുകാർ ജാമിതിയുടെയും അതുപോലെ സംഖ്യാസിദ്ധാന്തത്തിൻ്റെയും ഒക്കെ അടിത്തറ പാകിയവരാണ്. ഷമാ മുഹമ്മദും മറ്റ് മദ്രസ പൊട്ടന്മാരും പൊട്ടികളും അവരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ചിലരെ പറ്റിയൊക്കെ ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. മിലേറ്റസിലെ തേൽസ് ഏതാണ്ട് BC 624 മുതൽ 546 വരെ, BC 546 വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ജാമിതിയിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ ധാരാളം സംഭാവനകൾ നൽകിയ ആളാണ് തേൽസ്. അതുപോലെ പൈതഗോറസ് ഏകദേശം BC 582 മുതൽ 500 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ പൈതഗോറസും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികളും പൈതഗോറിയൻ സിദ്ധാന്തവും സംഖ്യാസിദ്ധാന്ത പഠനവും ഉൾപ്പെടെ ഗണിതശാസ്ത്രത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയവരാണ്. അതുപോലെ തന്നെ BC 460 മുതൽ BC 370 വരെ ജീവിച്ചിരുന്ന ഡെമോക്രിറ്റസ്, ഇദ്ദേഹമാണ് ദ്രവ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാറ്ററിനെ കുറിച്ച് ഗഹനമായി പഠിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ. ഇദ്ദേഹം ഗ്രീക്ക് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. പിന്നെ പ്ലേറ്റോ ഏതാണ്ട് BC 428 മുതൽ BC 348 വരെ ജീവിച്ചിരുന്നയാളാണ് പ്ലേറ്റോ. പൊതുവെ എല്ലാവരും ഒരു തത്വചിന്തകനായിട്ടാണ് പ്ലേറ്റോയെ പരിഗണിക്കുന്നത്, ഫിലോസഫറായിട്ട് മാത്രം. എന്നാൽ അദ്ദേഹം ഒരു മികച്ച ഗണിതശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. ഗണിതശാസ്ത്രപരവും ശാസ്ത്രീയവുമായ അന്വേഷണത്തെ വളർത്തിയെടുക്കുകയും ഗണിതശാസ്ത്ര ചിന്തയുടെ വികാസത്തെ സ്വാധീനിക്കുകയും ചെയ്ത ഒരു പഠന കേന്ദ്രമായി ഏതൻസിൽ പ്ലേറ്റോ അക്കാദമി സ്ഥാപിക്കുകയുണ്ടായി.
നമ്മളിത് സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കാണ് അക്കാദമി എന്നുള്ളത്. അക്കാദമിക്കൽ, അക്കാദമീഷ്യൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അക്കാദമി, ഈ അക്കാദമി എന്നുള്ള ആ പദം, അതിൻ്റെ ചരിത്രം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഈ ഗ്രീക്ക് പുരാണത്തിൽ അപ്പോളോ ദേവന് ചെയ്തു കൊടുത്ത ഒരു സഹായത്തിൻ്റെ പേരിൽ അപ്പോളോ ദേവനിൽ നിന്നും ഒരു പൂന്തോട്ടം സമ്മാനമായി കിട്ടിയ ഒരു ആർട്ടിക് വീരനും കർഷകനുമായിരുന്നു അക്കോഡമോസ്. ഏതൻസിലെ രാജാവായിരുന്ന തീസസ് ട്രോയിലെ രാജകുമാരിയായിരുന്ന ഹെലന് അന്ന് 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സുള്ള ഹെലനെ തട്ടിക്കൊണ്ടു വന്നപ്പോൾ ഹെലൻ്റെ ഇരട്ട സഹോദരന്മാരായ കാസ്റ്ററും പൊള്ളക്സും അവരുടെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ആറ്റിക് ആക്രമിക്കുകയും ഏതൻസിനെ നശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. അന്ന് അക്കോഡമോസ് ആണ് തീസസ് എവിടെയാണ് ഹെലനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് കാസ്റ്ററിനും പൊള്ളക്സിനും അറിയിച്ചു കൊടുത്ത് ഏതൻസിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചത്. ഏതായാലും അതോടെ കാസ്റ്ററിൻ്റെ പിതാവും ഹെലൻ്റെ രണ്ടാനച്ഛനുമായിരുന്ന ടിൻഡാരിയസിന് അക്കോഡമോസിനോട് വളരെ ആദരവുണ്ടാവുകയും ഏതൻസിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള അക്കോഡമോസിൻ്റെ പൂന്തോട്ടത്തെ യുദ്ധസമയത്തുണ്ടാകുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. അതായത് അന്ന് ഈ ഗ്രീസ് എന്ന് പറയുന്നത് പല നഗരരാഷ്ട്രങ്ങളാണ്. ഏതൻസും ഒരു നഗരരാഷ്ട്രമാണ്. അപ്പോൾ ഏതൻസിനെതിരെ ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഏതൻസിനെ മൊത്തം സംരക്ഷിക്കുകയൊന്നുമല്ല, അക്കോഡമോസിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിനോടുള്ള ഒരു നന്ദിയുടെ പുറത്ത് അക്കോഡമോസിൻ്റെ പൂന്തോട്ടത്തിനെ, അതായത് അപ്പോളോ ദേവനിൽ നിന്ന് സമ്മാനമായി കിട്ടിയെന്ന് പുരാണങ്ങളിലൊക്കെ, ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്ന ആ പൂന്തോട്ടം, അതവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആരിൽ നിന്ന് സമ്മാനം കിട്ടിയതാണെന്ന് അറിയില്ല. എന്തായാലും ആ പൂന്തോട്ടത്തെ ഈ ടിൻഡേരീസും അദ്ദേഹത്തിൻ്റെ മക്കളും അല്ലെങ്കിൽ ആ വംശക്കാർ പിൽക്കാലത്തൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നു. ഈ അക്കോഡമോസിൻ്റെ പൂന്തോട്ടത്തിൻ്റെ പേരായിരുന്നു അക്കാദമി എന്നുള്ളത്. ഇതൊക്കെ ഗ്രീക്ക് മിത്തോളജിയിലുള്ളതാണ്. പിൽക്കാലത്ത് ഏതൻസിൻ്റെ പ്രാന്തപ്രദേശത്ത് പ്ലേറ്റോ തൻ്റെ പാഠശാല ആരംഭിച്ചപ്പോൾ അതിന് നൽകിയ പേര് ഈ അക്കോഡമോസിൻ്റെ പൂന്തോട്ടത്തിൻ്റെ പേരായിരുന്നു, അതായത് അക്കാദമി എന്ന്. ഈ പ്ലേറ്റോയുടെ ശിഷ്യന്മാരോ ഒന്നും യുദ്ധവീരന്മാരായിരുന്നില്ല. അവർ യുദ്ധപരിശീലനം, അതായത് ആയുധ പരിശീലനം, അക്കാദമിക്കകത്ത് ആയുധ പരിശീലനങ്ങളൊന്നും നൽകിയിരുന്നില്ല. തികച്ചും ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഗണിതശാസ്ത്രം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈന്യത്തിനും അവരൊരു ഭീഷണിയായിരുന്നില്ല. അതിൻ്റെ അകത്ത് പുറത്തിറങ്ങുന്നവർ യുദ്ധവീരന്മാരല്ല, പണ്ഡിതന്മാരായിരുന്നു. അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഏതൻസിനെ ആക്രമിക്കുന്ന ആരും തന്നെ അക്കാദമിയെ ആക്രമിച്ചിരുന്നില്ല. ഒരു സൈനികനും ഈ പ്ലേറ്റോയുടെ അക്കാദമിയിലേക്ക് കടന്നു ചെന്നില്ല. അക്കാദമി എപ്പോഴും ശാന്തിയും സമാധാനവുമുള്ള സ്ഥലമായി തുടർന്നു പോന്നു. കാരണം ആരാക്രമിച്ചാലും അവരെ സംബന്ധിച്ച് അവർക്ക് ഭയപ്പെടേണ്ടതായ ഒന്നും, അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒന്നും ഈ ഏതൻസിലെ പ്ലേറ്റോയുടെ അക്കാദമിയിൽ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഗ്രീസിലെ പല നഗരരാഷ്ട്രങ്ങളിലും തത്വചിന്തകന്മാർ തങ്ങളുടെ പാഠശാലകൾ തുറന്നപ്പോൾ അവരും തങ്ങളുടെ പാഠശാലകൾക്ക് അക്കാദമി എന്നാണ് പേരിട്ടത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ ആയുധ പരിശീലനം ഒന്നും നടക്കുന്നില്ലെന്നും ആയുധങ്ങളൊന്നും സംഭരിച്ചു വച്ചിട്ടില്ലെന്നും അറിയപ്പെടാൻ വേണ്ടി, പുറത്തേക്ക് അറിയപ്പെടാനും അങ്ങനെ ആക്രമണങ്ങളിൽ നിന്ന് ആ വിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടിയാണ് പുതുതായിട്ട് പിന്നെ ആര് പാഠശാലകൾ തുറന്നാലും അതിനെല്ലാം അക്കാദമി എന്ന് പേര് കൊടുക്കാൻ തുടങ്ങിയത്. അതങ്ങനെ ആയിക്കഴിഞ്ഞ് പോകെ നൂറ്റാണ്ടുകൾ ചിലത് കഴിഞ്ഞപ്പോൾ അക്കാദമി എന്ന് പറഞ്ഞാൽ അക്കാഡമോസിൻ്റെ പൂന്തോട്ടത്തിൻ്റെ പേരാണത് എന്നുള്ളത് മാറി വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന സ്ഥലം എന്നർത്ഥം ലഭിച്ചു. ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം വന്നു. അത് മുമ്പ് അത് അക്കാഡമോസിൻ്റെ പൂന്തോട്ടം എന്നായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ പിൽക്കാലത്ത് അത് അക്കാദമി എന്ന് പറഞ്ഞാൽ അവിടെ ആയുധ പരിശീലനങ്ങളൊന്നുമില്ല, സൈനിക പരിശീലനങ്ങളില്ല, അവിടെ ഉള്ളത് വിജ്ഞാനം പകർന്നു കൊടുക്കൽ മാത്രമാണ്. ആ അർത്ഥത്തിലേക്ക് ആ വാക്ക് മാറി. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇന്നും നമ്മൾ അക്കാദമി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പണ്ഡിതന്മാരുടെ സദസ്സ്, പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാദമിക്കൽ മേഖല എന്ന് പറഞ്ഞാൽ സ്കോളേഴ്സുള്ള മേഖല, സ്കോളേഴ്സിൻ്റെ ഫീൽഡ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഇന്നത് ഉപയോഗിക്കുന്നത്. ഈ പ്ലേറ്റോയുടെ അക്കാദമിയിൽ പ്രധാനമായും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗണിതവും തത്വചിന്തയും ഒക്കെ ആയിരുന്നു. ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ഇതുണ്ടായിരുന്നു. ഇദ്ദേഹം നല്ല ഒരു ഗണിതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണിയുണ്ട്, ദ ഹയസ്റ്റ് ഫോം ഓഫ് പ്യുവർ തോട്ട് ഈസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയുടെ ശുദ്ധമായ ചിന്തയുടെ ഏറ്റവും ഉയർന്ന രൂപം മാത്തമാറ്റിക്സാണ്. ഇദ്ദേഹം ഒരു ചിന്തകനാണ് പ്ലേറ്റോ. അപ്പോൾ അദ്ദേഹം പറയാണ് ശുദ്ധമായ ചിന്തയുടെ ഏറ്റവും ഉയർന്ന രൂപം എന്ന് പറഞ്ഞാൽ അത് മാത്തമാറ്റിക്സ് ആണ്.
ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരാൾ ഓർമ്മ വരുമായിരിക്കും. എനിക്ക് ഓർമ്മ വരാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചാക്കോ മാഷയാണ്. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറഞ്ഞ ചാക്കോ മാഷ്, അദ്ദേഹത്തെയാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത്. ഈ പ്ലേറ്റോ ഒക്കെ ജീവിച്ചിരുന്നത് മുഹമ്മദിനേക്കാളും 1000 കൊല്ലം മുമ്പാണ്. മനസ്സിലായ? മുഹമ്മദ് പിന്നെ 40ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം ഉണ്ടാക്കുന്നത്. ആ ഇസ്ലാം മതമാണ് ഗണിതശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്തതെന്നാണ് ഷമാ മുഹമ്മദൊക്കെ പറയുന്നത്. ഇനി തീർന്നില്ല, അടുത്തയാൾ സിനിഡസിലെ യുഡോക്സസ്, ഏകദേശം BC 408 മുതൽ BC 355 വരെ ജീവിച്ചിരുന്നയാളാണ്. ഇദ്ദേഹം ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് പിൽക്കാലത്ത് കാൽക്കുലസിന് അടിത്തറയിട്ടത്. കാൽക്കുലസ് എന്ന് പറയുന്ന ആ ഗണിതശാസ്ത്ര ശാഖയൊക്കെ ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അടുത്തത് സാമോസിലെ അരിസ്റ്റാർക്കസ്, BC 310 മുതൽ BC 230 വരെ ജീവിച്ചിരുന്നയാളാണ്. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ. ഒരു സൗരകേന്ദ്ര പ്രപഞ്ചം, അതിന് ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഭൗമകേന്ദ്ര പ്രപഞ്ചമാണ്. ടോളമിയൊക്കെ പറഞ്ഞിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്ന കാലമാണ്. ആ സമയത്താണ് ഇദ്ദേഹം സൂര്യനാണ് ഇതിൻ്റെ കേന്ദ്രം, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു സൗരകേന്ദ്ര പ്രപഞ്ചത്തിൻ്റെ ഒരു മാതൃക ആദ്യമായി മുന്നോട്ട് വെച്ച ആളായിരുന്നു ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും ഒക്കെ ആയിരുന്ന അരിസ്റ്റാർക്കസ്. തള്ളിപ്പോയി, അന്നത്തെ കാലത്ത് ആരും അത് അംഗീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ മോഡല് തള്ളുകയാണ് ചെയ്തത് അന്നത്തെ പണ്ഡിത ലോകം. സാധാരണഗതിയിൽ എല്ലാവരുടെയും ധാരണ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണെന്നാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞത് എല്ലാവരുടെയും വിചാരം. പക്ഷേ കോപ്പർനിക്കസിന് 18 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അക്കാര്യം മനസ്സിലാക്കിയിരുന്ന ആളായിരുന്നു അരിസ്റ്റാർക്കസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആൻഷ്യൻ കോപ്പർനിക്കസ് അല്ലെങ്കിൽ പുരാതന കാലത്തെ കോപ്പർനിക്കസ് എന്നാണ് പണ്ഡിതന്മാർ വിളിക്കുന്നത്. ഇദ്ദേഹം നല്ലൊരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലെ യൂക്ലിഡ് ഓഫ് അലക്സാൻഡ്രിയ, ഏകദേശം BC 4-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹമാണ് ജോമിട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജോമിട്രിയുടെ പിതാവ്. യൂക്ലിഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, ദ എലമെൻറ്റ്സ്. അതാണ് യൂക്ലിഡിയൻ ജ്യാമിതിക്ക് അല്ലെങ്കിൽ ജോമിട്രിക്ക് അടിത്തറ പാകുകയും നൂറ്റാണ്ടുകളായി ഗണിതശാസ്ത്രത്തെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം രചിച്ച ആളാണ്. മുഹമ്മദിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അതുപോലെ മറ്റൊരാൾ ആർക്കിമിഡീസ്, ഏകദേശം BC 287 മുതൽ BC 212 വരെ ജീവിച്ചിരുന്നയാൾ. ഇദ്ദേഹവും മികച്ച ഒരു ഗണിതശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനും എഞ്ചിനീയറും ഒക്കെ ആയിരുന്നു. അതുപോലെ ജോമെട്രി, മെക്കാനിക്സ്, ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നിവയിലൊക്കെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ആളാണ്. ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം കണക്കാക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചത് ആർക്കിമിഡീസാണ്. കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ, എല്ലാം കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തയാൾ BC 276 മുതൽ BC 195 വരെ ജീവിച്ചിരുന്ന ആളാണ് എറാത്തോസ്തനീസ്. ഇദ്ദേഹം ജോഗ്രഫിയുടെ പിതാവായി അറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും ഭൂമിശാസ്ത്രജ്ഞനുമൊക്കെയാണ്. ഭൂമിയുടെ ചുറ്റളവ് വളരെ കൃത്യമായി കണക്കാക്കിയ വ്യക്തിയാണ് എറാത്തോസ്തനീസ്. പിന്നെ മറ്റൊരാൾ പെർഗയിലെ അപ്പോളോണിയസ്. ഈ അപ്പോളോണിയസ് BC 262 മുതൽ BC 190 വരെ ജീവിച്ചിരുന്ന ആളാണ്. കോണിക വിഭാഗങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനത്തിന് പേര് കേട്ട ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അപ്പോളോണിയസ്. പിന്നെ അടുത്തയാൾ ഡയാക്കിൾസ് ഓഫ് കാരിസ്റ്റസ്, BC 240 മുതൽ 180 BC വരെ. ഇദ്ദേഹവും ഗണിതശാസ്ത്രത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെ BC 190 മുതൽ 120 വരെ ജീവിച്ചിരുന്ന ഹിപ്പാർക്കസ്, ഗ്രഹണങ്ങൾ പ്രവചിക്കുന്നതിനും അതുപോലെ നക്ഷത്രങ്ങളുടെ കാറ്റലോഗ് സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു രീതി അന്നത്തെ കാലത്ത് വികസിപ്പിച്ചെടുത്ത, ജ്യോതിശാസ്ത്രത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയ ഒരു ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഒരു മാത്തമാറ്റീഷ്യനുമായിരുന്നു, ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു ഹിപ്പാർക്കസ്. അടുത്തത് AD കാലഘട്ടത്തിലാണ്. BC-ലല്ല, AD-യിൽ. AD 210 മുതൽ 284 വരെ ഉള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഡയോഫാൻറ്റസ്. ഇദ്ദേഹമാണ് അൽജിബ്ര അഥവാ ബീജഗണിതത്തിൻ്റെ പിതാവ്. അൽജിബ്രയുടെ പിതാവ് യഥാർത്ഥത്തിൽ ഡയോഫാൻറ്റസ് ആണ്. AD 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്ന് അൽജിബ്രയുടെ പിതാവായി അറിയപ്പെടുന്നത് അൽ ഖവാരിസ്മിയാണ്. ഫാദർ ഓഫ് അൽജിബ്ര എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അൽ ഖവാരിസ്മിയുടെ പേരാണ് കിട്ടുക. അതിൻ്റെ ചരിത്രം ഞാൻ പുറകെ പറയാം. ഈ ഡയോഫാൻറ്റസിൻ്റെ പ്രധാനപ്പെട്ട കൃതിയായ അരിത്തമെറ്റിക്കയിലാണ് ആദ്യമായി ബീജഗണിത സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചും
പുതിയ ബീജഗണിത ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അൽജിബ്രയിൽ ഇന്ന് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗണിതത്തിൽ നമുക്കറിയാത്തൊരു സംഖ്യയെ കുറിക്കാൻ നമ്മൾ എക്സ് എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ. എക്സിൻ്റെ വില കാണുക, എക്സിൻ്റെ മൂല്യം കണക്കാക്കുക എന്നൊക്കെ പറയുന്നത്. ആ രീതി, എക്സ് എന്ന് അതിനെ പേര് വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഡയാഫൻറ്റിസ് ആണ് കൊണ്ടുവരുന്നത്. അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളുമാണ് പിൽക്കാലത്ത് അൽജിബ്ര എന്ന ഗണിതശാസ്ത്ര ശാഖ ഉണ്ടാകുന്നതിന് അടിത്തറയായിട്ട് ഭവിച്ചത്. പല ചിഹ്നങ്ങളും അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. ഈ ഗുണനവും ഹരണവും പിന്നെ മൈനസ് പ്ലസ് അങ്ങനെയൊക്കെയുള്ള പല ചിഹ്നങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂറോപ്പിലെ ചില ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഗണിതശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിന് മുമ്പ് യൂറോപ്പിലുണ്ടായിരുന്നു. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. യൂറോപ്പിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലും ചൈനയിലും പേർഷ്യയിലും ബാബിലോണിലും ഈജിപ്തിലുമൊക്കെ ഇതുപോലെയുള്ള മഹാന്മാരായ ഗണിതശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ആര്യഭട്ടൻ, അതുപോലെ ബ്രഹ്മഗുപ്തൻ, ബൗദ്ധേയൻ, ഭാസ്കരാചാര്യൻ, മഹാവീരാചാര്യൻ, വരാഹമിഹിരൻ, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ ഗണിതശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഈ ഗണിതശാസ്ത്രജ്ഞന്മാരാണ് പൂജ്യം, നെഗറ്റീവ് സംഖ്യകൾ, അതുപോലെ ആദ്യകാല അൽജിബ്രയുടെ ആദ്യകാല രൂപം, ഡയോഫാൻറ്റിസിന് മുമ്പേ ഉള്ള കാലത്ത് തന്നെ അൽജിബ്രയുടെ ആദ്യകാല രൂപം, ഇതൊക്കെ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. പൂജ്യം എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യക്കാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നത് റോമൻ അക്കങ്ങളായിരുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റോരോ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പൂജ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 1 കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 0 ഇട്ട് 10 ആക്കുക, ആ ദശം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇതില്ല. അതായത് 10 എന്നവർ പറയും, 5 വരലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എണ്ണുമ്പോൾ 10 ഉണ്ട്. അത് പക്ഷെ അത് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചിഹ്നം, പൂജ്യം എന്ന് പറയുന്ന ഒരു ചിഹ്നം അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അക്കങ്ങൾ എഴുതാൻ വളരെയധികം സ്പേസ് വേണം. അതായത് കുറേ അക്കങ്ങൾ ചേർന്നാലേ ഒരക്കമാവുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, 38 എന്ന് പറയുന്ന അക്കം നമുക്കറിയാം. ഇന്ന് നമ്മളത് എഴുതുമ്പോൾ 38 എന്നുള്ളതിന് ആകെ 2 അക്കങ്ങളേ ഉള്ളൂ, ഒരു 3 പിന്നെ ഒരു 8, അത്രയേ ഉള്ളൂ. 2 അക്കം കൊണ്ട് അത് എഴുതും. എന്നാൽ ഇത് റോമൻ ന്യൂമറിക്കൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ റോമൻ സംഖ്യയിൽ എഴുതുകയാണെങ്കിൽ 6 അക്കങ്ങൾ വേണം. 6 അക്കങ്ങൾ ഉണ്ടായാലേ 38 എന്ന സംഖ്യയെ അവിടെ എഴുതി വയ്ക്കാൻ പറ്റുള്ളൂ, സൂചിപ്പിക്കാൻ ആ സംഖ്യ ഇത് പ്രതിദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ 38 എന്ന് പറയുന്ന സംഖ്യയെ പ്രതിദാനം ചെയ്യാൻ 6 അക്കങ്ങൾ. അതായത് 10 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ആണ്, നമ്മുടെ എക്സ്, ഇംഗ്ലീഷിൽ എക്സ് ഉണ്ടല്ലോ, അതാണ് 10. അപ്പോൾ അങ്ങനത്തെ 30 എന്ന് പറയുമ്പോൾ 3 10 വേണം. അതിന് വേണ്ടിയിട്ട് 3x. പിന്നെ 8 എന്നുള്ള അക്കം നമുക്കറിയാമല്ലോ, ഒരു 5, 5 അതാണ് 5, പിന്നെ 1, 3 1, 5 3 1 വരുമ്പോൾ 5 എന്ന് പറഞ്ഞാൽ വി പിന്നെ 3i വരുമ്പോൾ 8ആയി. അപ്പോൾ 3 10 പിന്നെ ഒരു 5 പിന്നെ 3 1 ഇത്രയും വരുമ്പോഴാണ് 38 ആവുകയുള്ളൂ. മനസ്സിലായ? അപ്പോൾ ഇത്തരം സംഖ്യകൾ എഴുതേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത്ര വലിയതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 38ഉം 45ഉം എന്നൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളാണ്. 2 അക്കം മാത്രമേ ഉള്ളൂ. മുകളിൽ 38 2 അക്കം, താഴെ 45 2 അക്കം. ഓക്കെ, നമുക്കത് കൂട്ടാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് 3 10 പിന്നെ ഒരു 5 പിന്നെ ഒരു 3. അതുപോലെ തന്നെയാണ് 40നും 45 എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ വരുന്നു. മനസ്സിലായ? 47 48 വരുമ്പോൾ പിന്നെയും കൂടുകയാണ്, അക്കം ഓരോന്ന് ഓരോ വര കൂടുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത് എഴുതി കൂട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ത്യയിൽ പൂജ്യം കണ്ടുപിടിച്ചതോടുകൂടി ഇത്തരം പ്രയാസങ്ങൾ മാറി. ഇന്ത്യക്കാർക്ക് കിട്ടാം, പുറമെയുള്ളവർക്ക് അറിയില്ല. ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കൂട്ടുന്ന സമയത്ത് ഈ പ്രയാസം മാറി. ഗണിതശാസ്ത്രം പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിച്ചു. പൂജ്യത്തിൻ്റെ കണ്ടെത്തൽ വെറും ഒരു സംഖ്യ എന്നതിനേക്കാളും കൂടുതലായിരുന്നു. ഒരു സംഖ്യ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു സംഖ്യയെ സൂചിപ്പിക്കാൻ ഒരു ചിഹ്നം കണ്ടെത്തി എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തും അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഗണിതശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിമറിച്ച ഒരാശയമായിരുന്നു ഈ പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. പൂജ്യം കണക്കുകൂട്ടലുകൾ ലളിതമാക്കി. അതുപോലെ ബീജഗണിതവും കാൽക്കുലസും പിൽക്കാലത്ത് ഈ കമ്പ്യൂട്ടറുകൾ പോലും പ്രവർത്തിക്കുന്നത്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ബൈനറി സിസ്റ്റമാണ്, 0 1 ഇതേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇതിനൊക്കെ അടിത്തറമാക്കിയാണ്. പൂജ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ, അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് അറിയാവുന്ന ആധുനിക ഗണിതവും അതുപോലെ പല സാങ്കേതിക വിദ്യയും ഒന്നും നിലനിൽക്കില്ല, അത് രൂപപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കാർ പൂജ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന അറബികൾ
പ്രത്യേകം ശ്രദ്ധിക്കണം, മുസ്ലിങ്ങളല്ല, അറബികളാണ്. കാരണം ഇസ്ലാം മതം ഉണ്ടാകുന്നതിനും നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുൻപേ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്നിരുന്നവരാണ് അറബികൾ. അവരിൽ പല ആൾക്കാരുണ്ട്. അറബി യഹൂദന്മാരുണ്ട്, അറബി ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ സാധാരണ ഇതായിട്ടുള്ള അറബി ബഹുദൈവാരാധകരായ ആളുകൾ, അങ്ങനെ പലരും ഉണ്ട്. അറബി ഭാഷ സംസാരിക്കുന്ന ഏതൊരുത്തിനും അറബിയാണ്. അപ്പം അങ്ങനെ പല ആളുകൾ, അതുപോലെ അറേബ്യൻ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അപ്പം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അത് അറബി ക്രിസ്ത്യാനികളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങളില്ല ആ സമയത്ത്. കാരണം ഇസ്ലാം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കാലത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ആ സമയത്ത് മുസ്ലിങ്ങളില്ല. അപ്പം അങ്ങനെ ഇവിടെ കച്ചവടത്തിന് വന്ന അറബികൾ ഈ ഇന്ത്യൻ സംഖ്യകൾ ഉപയോഗിച്ച് കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത് എളുപ്പമാണെന്ന് കണ്ടപ്പോൾ അവരത് സ്വീകരിച്ചു. അറബികൾ ഇന്ത്യയിൽ നിന്ന് ചരക്കുകൾ വാങ്ങി യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് കണക്കുകളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ലളിതമായിട്ട് തോന്നി, 0. അങ്ങനെ ഇത് അറബികൾക്കിടയിലേക്കും എത്തപ്പെട്ടു. പിന്നീട് ഇസ്ലാമൊക്കെ രൂപം കൊണ്ടു. ഇസ്ലാമിൻ്റെ കീഴിൽ ആ പ്രദേശം മുഴുവനൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു, ഇസ്ലാമിക സാമ്രാജ്യം വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ മുതസിലകൾ എന്ന് പറയുന്നൊരു കൂട്ടർ, അവർ കൾച്ചറൽ മുസ്ലിങ്ങളാണ്, റിലീജിയസ് മുസ്ലിങ്ങളായിരുന്നില്ല. മതപരമായ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എന്നാൽ കൾച്ചറൽ മുസ്ലിങ്ങളായിട്ട്, ഇപ്പോൾ നമുക്കറിയാം റിച്ചാർഡ് ഡോക്കിൻസിനെ പോലുള്ളവരൊക്കെ നിരീശ്വരവാദികളാണ്. പക്ഷേ സ്വയം അവർ അടയാളപ്പെടുത്തുന്നത് കൾച്ചറൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ആയിരുന്നു ഈ മുതസിലകൾ എന്ന് പറയുന്ന കൂട്ടരും, മുതസില പണ്ഡിതന്മാർ. അവർ കൾച്ചറൽ മുസ്ലിങ്ങളാണ്, റിലീജിയസ് മുസ്ലിങ്ങളായിരുന്നില്ല. അപ്പോൾ അവർക്ക് വളരെയധികം സ്വാധീനമുണ്ടായിരുന്നൊരു കാലഘട്ടം ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ കാണാം. അതാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സുവർണകാലം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ സമയത്ത് ധാരാളം കണ്ടുപിടുത്തങ്ങളൊക്കെ അവിടെ നിന്ന് ഇസ്ലാമിക ലോകത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ മനസ്സിലാക്കണം, കണ്ടുപിടുത്തം നടത്തിയ ആൾക്കാർ മുസ്ലിം വിശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഖുർആനോ ഹദീസുകളോ വിശ്വസിക്കുന്നവരൊന്നുമല്ല. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് യുക്തിയുടെ പുറത്ത് അവർ അന്വേഷണം നടത്താൻ തുടങ്ങിയതിൻ്റെ പേരിലാണ് പല കണ്ടുപിടുത്തങ്ങളൊക്കെ അവിടെ വന്നത്. അപ്പോൾ ഏതായാലും ഈ മുതസില പണ്ഡിതന്മാരാണ് ഇന്ത്യൻ അക്കങ്ങളെ യൂറോപ്പിന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ചരിത്രവും കൂടി പറയാം. ഇസ്ലാമിൻ്റെ ആദ്യത്തെ 2 നൂറ്റാണ്ടുകളുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊള്ളയും കൊലയും ഗൂഢാലോചനയും ഉപജാപങ്ങളും അട്ടിമറികളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് കാണാൻ സാധിക്കും. ഓരോരോ ഭരണകൂടത്തെ രാജാക്കന്മാരൊക്കെ അല്ലെങ്കിൽ ചക്രവർത്തിമാർ സുൽത്താന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അട്ടിമറിക്കുകയാണ്, അവർ അട്ടിമറിച്ച് അടുത്തത് വരിക. ഇങ്ങനെയുള്ള, അതായത് ഒരു ഇതില്ല, മാനുഷികമായിട്ടുള്ള ഒന്നും അതിൻ്റെ അകത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഉമയ്യാദുകൾ വരുന്നു, ഉമയ്യാദുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി അബ്ബാസിദുകൾ വരുന്നു, അതിനിടയിൽ ഖവാരിജുകൾ വരുന്നു. ഓരോ കൂട്ടർ ഇത് കൊല കൊല കൊല, ഇത് മാത്രമാണ് കാണുന്നത്, വേറൊന്നുമില്ല. ഈ മുഹമ്മദിനെ മാതൃകയാക്കിയത് കൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്ത് എഴുത്തും വായനയും അറിയാവുന്നവർ നന്നേ കുറവായിരുന്നു. എഴുത്തും വായനയും അറിയാവുന്നവർക്കാണെങ്കിൽ കിട്ടുന്ന പുസ്തകങ്ങൾ ഏതാണ്? ഖുർആനും അതിൻ്റെ അനുബന്ധ ഗ്രന്ഥങ്ങളും മാത്രം. അതേ വായിക്കാൻ കിട്ടുന്നുള്ളൂ, ഇസ്ലാമികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മാത്രം. അങ്ങനെ ഈ ചവറ് ഗ്രന്ഥങ്ങൾ മാത്രം വായിച്ച് ഇവരുടെയൊക്കെ ബുദ്ധി അങ്ങനെ മരവിച്ചു പോയി. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കൊള്ളയും കൊലയും ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അവർ. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ലോകത്തെ മറ്റ് സംസ്കാരങ്ങളെക്കാൾ ഈ ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്തുള്ള ആളുകളുടെ സംസ്കാരം നൂറ്റാണ്ടുകൾക്ക് പുറകിലായിപ്പോയി, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജനതയെയും വെച്ച് മുന്നോട്ട് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിഞ്ഞ അബ്ബാസിദ് ഖിലാഫത്തിലെ 5ാമത്തെ ഭരണാധികാരിയായിരുന്ന ഹാറൂൺ അൽ റഷീദ്, ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഈ ഹാറൂൺ അൽ റഷീദിനെ പറ്റി, ഇദ്ദേഹമാണ് 1001 രാവുകൾ എന്ന നാടോടി കഥയുണ്ടല്ലോ, 1001 രാവുകളിൽ പറയുന്ന ആ സുൽത്താൻ, അദ്ദേഹം ഈ ഹാറൂൺ അൽ റഷീദാണ്. അപ്പോൾ ഇദ്ദേഹം, ഈ ഹാറൂൺ അൽ റഷീദ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും വിജ്ഞാനം ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. മനസ്സിലായോ? കാരണം ഇവിടെ ഇപ്പോൾ ഇവർക്ക് വായിക്കാൻ കിട്ടുന്നത് ഈ ചവറ് മാത്രമാണ്, ഇസ്ലാമിക ചവറുകളാണ്. അത് വായിച്ചിട്ട് ഇവർ ക്രൂരന്മാരിൽ ക്രൂരന്മാരായി. അതായത് ഇന്നത്തെ ഈ താലിബാനും അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റും ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ബോക്കോ ഹറാമും ഇങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ, ഒന്നുമല്ല മറ്റവന്മാരുടെ മുമ്പിൽ. ആദ്യകാലത്തെ ഇസ്ലാമിക ലോകത്തുള്ളവരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഈ താലിബാനും കൂട്ടരൊക്കെ ശിശുക്കളാണ്, വെറും ശിശുക്കളെന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെക്കാളും താഴെ പോയിട്ട് പറഞ്ഞു, അല്ല ഭ്രൂണം എന്നൊക്കെ, ഭ്രൂണാവസ്ഥയിലുള്ളവരേ ഉള്ളവർ, അത്രയേ ഉള്ളൂ. അത് അത്രമാത്രം ക്രൂരന്മാരായിരുന്നു ആദ്യകാലത്തെ മുസ്ലിങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഹാറൂൺ അൽ റഷീദ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് തകർന്നു പോകും. കാരണം ആഭ്യന്തര യുദ്ധവും ഇതിനകത്ത് പലപ്പോഴും വരുന്നുണ്ട്. ഈ അട്ടിമറിയ ഉപജാപവും ഇത് ഗൂഢാലോചനയും ഇങ്ങനെയുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഉള്ളിലേക്ക് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ കയറണം, കാറ്റും വെളിച്ചവും കിട്ടണം. അപ്പോൾ അതിന് മറ്റ് രാജ്യങ്ങളിലുള്ള മറ്റ് സംസ്കാരങ്ങളിലുള്ള വിജ്ഞാനം ഇവിടേക്ക് വരണം, ഇസ്ലാമിക ലോകത്തേക്ക് വരണം.
അപ്പോൾ അതിനു മുമ്പ് ചെറിയ തോതിൽ ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ശ്രമമൊക്കെ നടന്നു വന്നിരുന്നു. ചെറിയ തോതിലാണ്. അതിന് സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്തുണയൊന്നുമില്ല. ഓരോരുത്തർ വ്യക്തിപരമായ ലെവലിലൊക്കെ ചെയ്ത് ചില ആളുകളൊക്കെ ചെയ്യാൻ നോക്കിയിരുന്നു. അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ പിന്നെ അവിശ്വാസി എന്ന് പറഞ്ഞ് കൊല്ലുകയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറുതായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ ഹാറൂൺ അൽ റഷീദ് വളരെ വിപുലമായ തോതിൽ ഇന്ത്യയിൽ നിന്നും അതുപോലെ ഗ്രീസിൽ നിന്നും ഈജിപ്തിൽ നിന്നും ചൈനയിൽ നിന്നും സിറിയയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഗ്രീക്ക് ഗ്രന്ഥങ്ങളും സംസ്കൃത ഗ്രന്ഥങ്ങളും അരാമിക് ഗ്രന്ഥങ്ങളും ലാറ്റിൻ ഗ്രന്ഥങ്ങളും കോപ്റ്റിക് ഗ്രന്ഥങ്ങളും ചൈനീസ് ഗ്രന്ഥങ്ങളും പേർഷ്യൻ ഗ്രന്ഥങ്ങളും പഹലവി ഭാഷയിലുമൊക്കെ എഴുതിയിട്ടുള്ള പേർഷ്യൻ ഗ്രന്ഥങ്ങളൊക്കെ വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അതായത് അന്നത്തെ കാലത്തെ ഒരു MBS ആയിരുന്നു ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു ഈ ഹാറൂൺ അൽ റഷീദ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വിവർത്തനം ചെയ്യാൻ വേണ്ടി ഹാറൂൺ അൽ റഷീദ് നിർമ്മിച്ച ഒരു വലിയ കെട്ടിട സമുച്ചയമാണ് ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മത്ത് അഥവാ ഹൗസ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഭവനം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ പോലും അറേബ്യയിൽ നിന്ന് ആവശ്യത്തിന് ആളുകളെ കിട്ടാത്തത് കൊണ്ട് വളരെ വലിയ പ്രതിഫലം കൊടുത്ത് പേർഷ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം അറബി അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ഏത് ഭാഷയിലാണോ ആ ഭാഷയിലും വിജ്ഞാനം വേണം, നല്ല അറിവ് വേണം. ഇപ്പോൾ സംസ്കൃത ഗ്രന്ഥം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തണമെങ്കിൽ അറബി മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സംസ്കൃതം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും അറിയണം, രണ്ടിലും പാണ്ഡിത്യം ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്ത് കിട്ടാനില്ല. അങ്ങനെ വന്നപ്പോഴാണ് പുറമേ നിന്ന് വലിയ പ്രതിഫലം കൊടുത്ത് പേർഷ്യയിൽ നിന്നടക്കം പിന്നെ ഈജിപ്തിൽ നിന്ന് ഒക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത ഈ വിവർത്തകന്മാരുണ്ടല്ലോ, അവരെയൊക്കെ അക്കാലത്ത് സെലിബ്രിറ്റികളായിട്ടാണ് ജനം കണക്കാക്കിയിരുന്നത്. കാരണം ഓരോ ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്തുമ്പോൾ ആ ഗ്രന്ഥങ്ങളിലുള്ള അറിവുകളും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. അവർക്ക് ഈ ഭാഷ അറിയാം. ഇപ്പോൾ ലാറ്റിൻ ഗ്രന്ഥം പരിഭാഷപ്പെടുന്നു, ലാറ്റിൻ ഭാഷ അവർക്കറിയാം, അതിൽ നല്ല അറിവൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗ്രന്ഥം അവരുടെ കയ്യിൽ അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സുൽത്താൻ ഈ ഗ്രന്ഥം അവർക്ക് കൊടുക്കുകയാണ്, ഇത് പരിഭാഷപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അത് ആ ഗ്രന്ഥം വായിക്കുന്നു, അത്ര അറിവ് അവർക്ക് കിട്ടി. അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ എന്നുള്ളത് അത് വായിക്കുമ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്ന് ഈ കോപ്റ്റിക് ഭാഷയിൽ നിന്ന് അങ്ങനെ ഓരോ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കും തോറും ഇവരെല്ലാം അറിവ് വർദ്ധിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പണ്ഡിതന്മാരായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് മൂക്കില്ലാ രാജ്യത്ത് മുറുമൂക്കൻ രാജാവായി മാറും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഖുറാനും അതിനോടനുബന്ധിച്ച ചവറുകളും മാത്രം വായിച്ചിട്ടുള്ള അറബികൾക്കിടയിൽ അന്നത്തെ ലോകത്തെ പ്രധാനപ്പെട്ട ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന അറിവുകളെല്ലാം സമ്പാദിച്ച ഈ വിവർത്തകന്മാരെ മഹാപണ്ഡിതന്മാരായിട്ടാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്തുള്ളവർ കണ്ടിരുന്നത്. ഇന്നത്തെ കാലത്തെ ഈ സ്പോർട്സ് താരങ്ങൾക്കൊക്കെ കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലമാണ് അന്ന് ഹാറൂൺ അൽ റഷീദ് അവർക്ക് നൽകിയിരുന്നത്. അപ്പം അങ്ങനെ ഇത് വിവർത്തനം ചെയ്യാൻ വേണ്ടി ബൈത്തുൽ ഹിക്മയിലേക്ക് വന്ന ഒരു വിവർത്തകനായിരുന്നു ഇന്ന് അൽജിബ്രയുടെ പിതാവായി ആരോപിക്കപ്പെടുന്ന അബൂ അബ്ദുള്ള മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി. അദ്ദേഹവും അറബിക്കാരനായിരുന്നില്ല, പേർഷ്യക്കാരനായിരുന്നു. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ഭാഗമായ ഖവാരിസം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഈ ഖവാരിസത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഖവാരിസ്മി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ താഷ്കൻഡിലെ ബുഖാറ എന്ന സ്ഥലത്തുള്ള ആളാണ് ഇമാം ബുഖാരി. സ്വഹീ ബുഖാരി ഉണ്ടല്ലോ, ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേറെയാണ്. ഈ ബുഖാരി എന്ന് വിളിക്കാൻ കാരണം ഇദ്ദേഹം ബുഖാറയിൽ നിന്നുള്ള ആളാണ്, അതുകൊണ്ട് ബുഖാരി. അതുപോലെ ഖവാരിസം എന്ന സ്ഥലത്തു നിന്നുള്ള ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഖവാരിസ്മി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൽജിബ്രയുടെ പിതാവ് യഥാർത്ഥത്തിൽ ഡയോഫാൻഡസ് ആണെന്ന്. അൽജിബ്രയുടെ അടിസ്ഥാനമായ ഡയോഫാൻഡസിൻ്റെ അരിത്തമെറ്റിക്ക എന്ന ഗ്രന്ഥം അൽ ഖവാരിസ്മിയെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അരിത്തമെറ്റിക്കയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊപ്പം തൻ്റേതായ ചില പഠനങ്ങളും കൂട്ടിച്ചേർത്ത് അൽ ഖവാരിസ്മി ചില ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി. ഈ ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് യൂറോപ്പിലെത്തിയപ്പോൾ അരിത്തമെറ്റിക്കയിൽ നിന്ന് കോപ്പിയടിച്ച കാര്യങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും എന്നറിയാതിരുന്ന യൂറോപ്യന്മാർ ഇത് അൽ ഖവാരിസ്മിയുടെ സ്വന്തമാണ് എന്ന് വിചാരിച്ചിട്ട് അൽജിബ്രയുടെ പിതാവായിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കാൻ തുടങ്ങി. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അൽജിബ്രയിൽ ഇന്ന് ഉപയോഗിക്കുന്നതായ ചിഹ്നങ്ങൾ പ്ലസ് ആകട്ടെ മൈനസ് ആകട്ടെ അല്ലെങ്കിൽ ഗുണനമാകട്ടെ ഹരണമാകട്ടെ ഈക്വൽ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്ന സമചിഹ്നം, ഇതൊന്നും അറബികളോ മുസ്ലിങ്ങളോ കണ്ടുപിടിച്ചതല്ല. ആ ചിഹ്നങ്ങളൊക്കെ അരിത്തമെറ്റിക്കയിലുള്ളതാണ്, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഗ്രീസിലൊക്കെ നിലനിന്നിരുന്നതാണ്. അപ്പോൾ അത് കോപ്പിയടിക്കുകയാണ് ഖവാരിസ്മി ചെയ്തത്. പിന്നെ കോപ്പിയടി ഞമ്മൻ്റെ മുത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ, അത് ഞമ്മൻ്റെ രക്തത്തിലുള്ളതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത് വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. വലിയ
കിതാബുകൾ കോപ്പി അടിച്ചവനാണോ ഈ നിസാര ഗണിതശാസ്ത്രം പോലെയുള്ള കിതാബുകളൊക്കെ കോപ്പി അടിക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അറബികളിൽ നിന്ന് 0 അടക്കമുള്ള ഇന്ത്യൻ ന്യൂമറൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ സംഖ്യകൾ യൂറോപ്യന്മാർ സ്വീകരിച്ചു. പക്ഷേ ഇത് ഇന്ത്യൻ സംഖ്യകളെന്ന് പറഞ്ഞിട്ടല്ല, അറബി സംഖ്യകളെന്ന് പറഞ്ഞിട്ടാണ് അറബികൾ ഇത് യൂറോപ്പിലേക്ക് കൈമാറുന്നത്. അതുവരേക്കും റോമൻ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പിന്നെ 0 ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സംഖ്യാ സിസ്റ്റം അത് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ ധാരണ, യൂറോപ്യന്മാരുടെ ധാരണ ഇത് അറബികളുടെ ആണ് എന്നാണ്. അതുകൊണ്ടാണ് അവരതിനെ അറബിക് ന്യൂമറൽസ് എന്ന് വിളിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അറബിക് ന്യൂമറൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം 1, 2, 3, 4, 0 മുതൽ 1 മുതൽ 0 വരെയുള്ള അക്കങ്ങളൊക്കെ കാണാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ അത് അറബിക് സംഖ്യകളല്ല, അത് ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമാണ്. ഇന്ത്യൻ ന്യൂമറൽസ് എന്നാണ് അറിയപ്പെടേണ്ടത്, ഇന്ത്യൻ സംഖ്യകളെന്നാണ് അറിയപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കോപ്പിയടി ഞമ്മൻ്റെ ജന്മാവകാശമാണ്. അതുകൊണ്ട് ഇന്ത്യൻ സംഖ്യകൾ അറബിക് സംഖ്യകളായിട്ട് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നു. യൂറോപ്യൻ പണ്ഡിതന്മാർ അറബി ഗണിതത്തിൽ നിന്ന് പ്രയോജനം നേടിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് അറബികളുടെ സൃഷ്ടിയായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ സൃഷ്ടിയായിരുന്നു. അതായത് ഈ 1 മുതൽ 0 വരെയുള്ള സംഖ്യകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അരിത്തമെറ്റിക്ക പോലെയുള്ള ഗ്രന്ഥങ്ങൾ അത് ഗ്രീക്കുകാരുടെയാണ്. ഇതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സംസ്കാരങ്ങളിലെ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ സൃഷ്ടികളായിരുന്നു അതൊക്കെ തന്നെ. മനസ്സിലായോ? അതല്ല ഇവരുടെ അറബികളുടെ സംഭാവനയല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സംഭാവനയല്ല, മുസ്ലിങ്ങളുടെ സൃഷ്ടികളുമല്ല. റിലീജിയസ് മുസ്ലിങ്ങളല്ലാത്ത കൾച്ചറൽ മുസ്ലിങ്ങൾ മാത്രമായിരുന്ന ഈ മുതസിലകളുടെ കാലത്ത് അൽ ഖവാരിസ്മിയെയും ഇബിൻ അൽ ഹയാത്തിമിനെയും ഒമർ ഖയ്യാമിനെയും അൽ ബട്ടാനിയെയും അൽ കിന്ദിയെയും പോലെയുള്ള മുതസില പണ്ഡിതന്മാർ ഗണിതശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, സത്യമാണ്. അതിൻ്റെ അർത്ഥം അവരത് കണ്ടുപിടിച്ചു എന്നല്ല. ഗ്രീക്ക്, ലാറ്റിൻ, പേർഷ്യൻ, ഇന്ത്യൻ, ചൈനീസ്, സിറിയൻ, ഈജിപ്ഷ്യൻ, ബാബിലോണിയൻ തുടങ്ങിയ നാഗരികതകളുടെ മുൻകാല സംഭാവനകളെ അടിസ്ഥാനമാക്കി അവർക്ക് ലഭിച്ച ഗണിതശാസ്ത്ര അറിവുകൾ അവർ സംരക്ഷിച്ചു, അല്ലെങ്കിൽ അത് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു, എഴുതി വെച്ചു. അവരങ്ങനെ അത് സംരക്ഷിച്ചു. പിന്നെ അത് അവരുടേതായ ചില സംഭാവനകൾ കൊടുത്ത് അത് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും യൂറോപ്പിന് കൈമാറുകയും ചെയ്തു. ഇതാണ് അവരുടെ സംഭാവന, അല്ലാതെ ഇത് അവരുടെ സൃഷ്ടിയല്ല. ഇസ്ലാമിനും വളരെ മുമ്പ് തന്നെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിരവധി പുരാതന നാഗരികതകളാണ് ഗണിതശാസ്ത്രം വികസിപ്പിച്ചെടുത്തത്. ഇതാണ് വസ്തുത. ഷമാ മുഹമ്മദിനെ പോലെയുള്ള ജിഹാദിനികൾ എത്രയൊക്കെ ഇസ്ലാമിനെ പൊക്കിയടിക്കാൻ നോക്കിയാലും വസ്തുതകൾ മാറാൻ പോകുന്നില്ല. എത്ര പൊക്കിയടിച്ചിട്ടും കാര്യമില്ല. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ മുതസിലകൾ റിലീജിയസ് മുസ്ലിങ്ങളായിരുന്നില്ല, കൾച്ചറൽ മുസ്ലിങ്ങൾ മാത്രമായിരുന്നുവെന്ന്. അവരുടെ ചിന്താഗതിയൊക്കെ വേറെയാണ്. ഇപ്പോൾ അവർ മുസ്ലിങ്ങളായിരുന്നു, അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് മുസ്ലിങ്ങളെന്ന് തന്നെയാണ്, മുസ്ലിങ്ങളായിട്ടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എങ്കിൽ പോലും അവരുടെ വിശ്വാസങ്ങളെന്ന് പറയുന്നത് സാമ്പ്രദായിക ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ്. ഇപ്പോൾ ഖുറാനെ കുറിച്ചാണെങ്കിൽ, ഖുറാൻ റിവീൽഡ് ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്. വഹീ കിട്ടി, മുഹമ്മദിന് വഹീ കിട്ടി. വഹീ എന്ന് പറഞ്ഞാൽ വെളിപ്പാട്. അപ്പോൾ വഹീ കിട്ടിയിട്ട് ആ വഹീ മുഖാന്തരം ഉണ്ടായതാണ് ഖുറാൻ എന്നുള്ള സാമ്പ്രദായിക മുസ്ലിം ചിന്താഗതി ഉണ്ടല്ലോ, അത് അവർ അങ്ങനെ തന്നെ തള്ളിയവരാണ്. അവർ പറഞ്ഞത് സൃഷ്ടിക്കപ്പെട്ട ഗ്രന്ഥമാണെന്നാണ്, വെളിപ്പെടുത്തപ്പെട്ടതല്ല, സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് അവരുടെ ചിന്താഗതി. അതായത് ദ ഖുർആൻ ഈസ് നോട്ട് റിവീൽഡ് ബട്ട് ഇറ്റ് വാസ് ക്രിയേറ്റഡ്. ഇതായിരുന്നു അവരുടെ നിലപാട്. ഈ മുതസില പണ്ഡിതന്മാരിലെ അഗ്രഗണ്യനായിരുന്നു മുഹമ്മദ് ഇബിൻ സക്രിയ അൽ റാസി. പ്രശസ്തനായ വൈദ്യശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു ഈ അൽ റാസി. വൈദ്യശാസ്ത്രത്തിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ, ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ഖുർആൻ ദൈവവചനമാണെന്നുള്ളത് അൽ റാസി അംഗീകരിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, ഒരു ഗ്രന്ഥം സ്വയം ദൈവവചനമാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അതിനകത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള വിവരക്കേടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുന്നത് സ്വയം ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് അല്ലെങ്കിൽ ദൈവവചനമാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, അൽ റാസി പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജോമെട്രിയും ആസ്ട്രോണമിയും മെഡിസിനും ലോജിക്ക് ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങളടങ്ങിയ പുസ്തകങ്ങളുണ്ടല്ലോ, അത് ഖുറാനേക്കാൾ ദിവ്യമായ വെളിപ്പാടുകളാണെന്ന് പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ ആളാണ് അൽ റാസി. മനസ്സിലായ? അദ്ദേഹം അത് വെറുതെ പറഞ്ഞതൊന്നുമല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇദ്ദേഹം ഒരു വൈദ്യശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞല്ലോ. മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ ഗ്രീക്കുകാരൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഗ്രീക്ക് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പണ്ടേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം, അൽ റാസി.
അപ്പോൾ എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഖുറാനിലേക്ക് വരുമ്പോൾ ഖുറാനിൽ വയറ്റാട്ടികളുടെ 7-ാം നൂറ്റാണ്ടിലെ വയറ്റാട്ടികളുടെ ശാസ്ത്രമാണ് ഖുറാൻ്റെ അകത്ത് വലിയ കാര്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ദൈവനുവദിച്ചാൽ നമുക്ക് പിന്നെ ഒരു ഭാഗത്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ, ഇത് ദിവ്യ വെളിപ്പാടാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ദിവ്യമായ വെളിപ്പാടാണല്ലോ ഈ മെഡിസിനിലും ജോമെട്രിയിലും ആസ്ട്രോണമിയിലും പിന്നെ ലോജിക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെന്ന് ചോദിച്ച ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഈ ഖുറാനിലെ വാനശാസ്ത്രം എടുത്താൽ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നുവെന്നും പിശാചിനെ എറിഞ്ഞോടിക്കാനുള്ളവയാണ് നക്ഷത്രങ്ങൾ എന്നുമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റുള്ള ഓരോന്നിൻ്റെ കാര്യത്തിലും. എന്നാൽ അതിനേക്കാൾ അങ്ങനെയൊന്നുമല്ലാതെ അതിനേക്കാൾ മെച്ചമായ രീതിയിൽ സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജ്യോതിശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഈ ഗ്രീക്കുകാരൊക്കെ പണ്ടേ പുലികളാണ്. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അതൊക്കെ വായിച്ചിട്ടാണ് അൽറാസി പറയുന്നത്. ഇത് ദൈവവചനം എന്നുള്ള അവകാശവാദം കൊണ്ടുവരികയാണെങ്കിൽ ഖുറാനേക്കാളും ദൈവവചനം എന്നുള്ള അവകാശവാദം ആ ഗ്രന്ഥങ്ങൾ കാണുന്നത്. ഈ മുതസിലകൾ ഖുറാനും ഹദീസുകളും മറ്റ് ഇസ്ലാമിക ചിന്താധാരകളും വിട്ട് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും പുറകെ പോയതുകൊണ്ടാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ടായത്. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഇമാം ഗസാലി എന്ന് പറയുന്ന പണ്ഡിതൻ വരുന്നു. അയാൾ അന്നത്തെ ഇസ്ലാമിക ലോകത്തെ വീണ്ടും ഖുറാനിലേക്കും ഹദീസുകളിലേക്കും മടക്കി കൊണ്ടുപോവുകയാണ്. അന്നത്തെ ചക്രവർത്തിമാരെയൊക്കെ സ്വാധീനിച്ച് ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ചമച്ചും ഇതാണൊരു മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ സ്വാധീനിച്ച് വീണ്ടും 7-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് 7-ാം നൂറ്റാണ്ടിലെ തൊഴുത്തി കൊണ്ട് കെട്ടുകയാണ്. അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി ചെയ്തു. ഈ മുതസിലകളെന്ന് പറയുന്ന വിഭാഗത്തെ ഭൂമിയിൽ നിന്ന് മൊത്തമായിട്ട് ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ഇമാം ഗസാലി അതിന് വളരെ ശക്തമായിട്ട് അതിൻ്റെ പുറകിൽ നിന്നാണ് ഇവരെ ഉന്മൂലനം ചെയ്യുന്ന കാര്യത്തിൽ. അങ്ങനെ ഇസ്ലാം വീണ്ടും 7-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങിപ്പോയി. അതോടുകൂടി ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അവസാനിക്കുകയും ചെയ്തു. ഈ മുതസിലകൾ ഖുറാൻ സത്യമാണെന്ന് വിശ്വസിച്ച് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ അവർ എങ്ങും എത്തിപ്പെടുമായിരുന്നില്ല. മനസ്സിലായോ? ഖുറാനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്, ഹദീസുകളെയൊക്കെ അവർ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഗണിതത്തിലായാലും വൈദ്യത്തിലായാലും ജ്യോതിശാസ്ത്രത്തിലായാലും ഭൂമിശാസ്ത്രത്തിലായാലും ഗവേഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചത്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഗണിതശാസ്ത്രത്തിൻ്റെ കാര്യം മാത്രം എടുക്കാം. അള്ളാഹുവിനും മലക്കിനും ഗണിതശാസ്ത്രത്തിൽ യാതൊരു അറിവുമില്ല, കണക്കിനെക്കുറിച്ച് യാതൊരു പിടി അവർക്കുണ്ടായിരുന്നില്ല എന്ന് ഖുറാൻ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഞാനൊരായത്ത് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. സൂറ 4:11-12. അവിടെ ആ ആയത്തുകളിൽ അള്ളാഹു അല്ലെങ്കിൽ മലക്ക് ഒരു കണക്ക് പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ സ്വത്ത് ഭാഗം വെക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വത്ത് ഭാഗം വെക്കേണ്ടി വരുമ്പോൾ ഓരോരുത്തർക്കും കിട്ടേണ്ടത് എത്ര വീതമാണെന്നൊക്കെ ഉള്ളതിനെപ്പറ്റി പറയുമ്പോഴാണ് ഈ കണക്ക് വരുന്നത്. ഞാൻ ആ ആയത്തുകൾ വായിക്കാം. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ആണിന് 2 പെണ്ണിൻ്റേതിന് തുല്യമായ ഓഹരിയാണുള്ളത്. ഇനി 2-ലധികം പെൺമക്കളാണുള്ളതെങ്കിൽ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 3/2 ഭാഗമാണ് അവർക്കുള്ളത്. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതിയാണുള്ളത്. മരിച്ച ആൾക്ക് സന്താനമുണ്ടെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 1/6 വീതം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അയാൾക്ക് സന്താനമില്ലാതിരിക്കുകയും മാതാപിതാക്കൾ അയാളുടെ അനന്തരാവകാശികളായിരിക്കുകയുമാണെങ്കിൽ അയാളുടെ മാതാവിന് 1/3 ഭാഗം ഉണ്ടായിരിക്കും. ഇനി അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ അയാളുടെ മാതാവിന് 1/6 ഉണ്ടായിരിക്കും. മരിച്ച ആൾ ചെയ്തിട്ടുള്ള വസിയത്തിനും കടമുണ്ടെങ്കിൽ അതിനും ശേഷമാണ് ഇതെല്ലാം. നിങ്ങളുടെ പിതാക്കളിലും നിങ്ങളുടെ മക്കളിലും ഉപകാരം കൊണ്ട് നിങ്ങളോട് ഏറ്റവും അടുത്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഓഹരി നിർണയമാണിത്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനും ആകുന്നു. നിങ്ങളുടെ ഭാര്യമാർക്ക് സന്താനമില്ലാത്ത പക്ഷം അവർ വിട്ടേച്ചു പോയ ധനത്തിൻ്റെ പകുതി നിങ്ങൾക്കാകുന്നു. ഇനി അവർക്ക് സന്താനമുണ്ടായിരുന്നാൽ അവർ വിട്ടേച്ചു പോയതിൻ്റെ 4/1 നിങ്ങൾക്കായിരിക്കും. അവർ ചെയ്യുന്ന വസിയത്തും കടമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയ ധനത്തിൽ നിന്ന് 4/1 അവർക്ക്, അതായത് ഭാര്യമാർക്കുള്ളത്. ഇനി നിങ്ങൾക്ക് സന്താനമുണ്ടായിരുന്നാൽ നിങ്ങൾ വിട്ടേച്ചു പോയതിൽ നിന്ന് 8/1 അവർക്കുള്ളത്. നിങ്ങൾ ചെയ്യുന്ന വസിയത്തും കടമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. അനന്തരമെടുക്കുന്ന പുരുഷനോ സ്ത്രീയോ പിതാവും മക്കളുമില്ലാത്ത ആളായിരിക്കുകയും അയാൾക്ക് മാതാവൊത്ത ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവരിൽ, അതായത് ആ സഹോദരീ സഹോദരന്മാരിൽ ഓരോരുത്തർക്കും 1/6 ലഭിക്കുന്നതാണ്. ഇനി അവർ അതിലധികം പേരുണ്ടെങ്കിൽ അവർ 3/1 സമാവകാശികളായിരിക്കും.
ദ്രോഹകരമല്ലാത്ത വസിയത്തോ കടമോ ഉണ്ടെങ്കിൽ അതൊഴിച്ചാണിത്. അല്ലാഹുവിങ്കൽ നിന്നുള്ള നിർദ്ദേശമത്രേ ഇത്. അല്ലാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു. സൂറ 4:11-12. ഇതനുസരിച്ച് മാതാപിതാക്കളും ഭർത്താവും 3 പെൺമക്കളുമുള്ള 30 ലക്ഷം രൂപ സ്വത്തുള്ള ഒരു സ്ത്രീ മരിച്ചു പോയാൽ എങ്ങനെയായിരിക്കും അവരുടെ സ്വത്ത് പങ്കുവെക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മരണപ്പെട്ട സ്ത്രീയുടെ സ്വത്ത് 30 ലക്ഷം രൂപ മൊത്ത സ്വത്ത്. ഭർത്താവിന് അവകാശപ്പെട്ടത് ഇതിൻ്റെ 4/1, അതായത് 7.5 ലക്ഷം രൂപ. ബാക്കി 22.5 ലക്ഷം രൂപയുണ്ട്. അതായത് 30 ലക്ഷത്തിൽ നിന്ന് 7.5 ലക്ഷം പോയി, ബാക്കി 22.5 ലക്ഷം. അപ്പോൾ ഇതിൽ ഈ മൊത്തം 30 ലക്ഷത്തിൻ്റെ 2/3 പെൺമക്കൾക്ക് വരും. അങ്ങനെ വരുമ്പോൾ 20 ലക്ഷം രൂപ പെൺമക്കൾക്കാണ്. 30 ലക്ഷത്തിൻ്റെ 2/3, 3 പെൺമക്കൾക്കും കൂടി 20 ലക്ഷം പോയി. ബാക്കി എത്രയുണ്ട്? ബാക്കി 2.5 ലക്ഷം. മൊത്തം 30 ലക്ഷം, അതിൽ നിന്ന് 7.5 ലക്ഷം ആദ്യം പോയി, ഇപ്പോൾ മക്കൾക്ക് 20 ലക്ഷം പോയി. അപ്പോൾ 27.5 ലക്ഷം പോയി, ബാക്കിയുള്ളത് 2.5 ലക്ഷമാണ്. ഇതിൽ ഈ മരിച്ചുപോയ സ്ത്രീയുടെ മാതാവിന് 6/1 വീതം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6/1 മാതാവിന്, 6/1 പിതാവിന്. അപ്പോൾ 6/1 ഈ മാതാവിന് കൊടുക്കുമ്പോൾ 6/1 എത്രയാണെന്നറിയാം? 30 ലക്ഷത്തിൻ്റെ 6/1 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ മാതാവിന് കൊടുക്കണം. പിതാവിന് എത്ര കൊടുക്കണം? 6/1 തന്നെ. അപ്പോൾ 5 ലക്ഷം. അപ്പോൾ മൊത്തം 10 ലക്ഷമായി. മൊത്തം എത്രയാണ്? മൊത്തം 30 ലക്ഷം രൂപ. അതിൽ 7.5 ലക്ഷം രൂപ ഭർത്താവിന്, 20 ലക്ഷം രൂപ പെൺമക്കൾക്ക്. അപ്പം തന്നെ 27.5 ലക്ഷം പോയി, ബാക്കി 2.5 ലക്ഷമേ ഉള്ളൂ. പക്ഷേ 6/1 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം മാതാവിന് കൊടുക്കണം, 5 ലക്ഷം പിതാവിന് കൊടുക്കണം. അപ്പോൾ എത്ര? 10 ലക്ഷം. ആകെ എത്രയുണ്ട് ബാക്കി? 2.5 ലക്ഷം. 2.5 ലക്ഷം രൂപ ബാക്കി അവശേഷിക്കുമ്പോൾ പറയാണ് 10 ലക്ഷം, 5 ലക്ഷം വീതം മാതാപിതാക്കൾക്ക് കൊടുക്കണം. അപ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഭാഗം വെച്ചാൽ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ 7.5 ലക്ഷം രൂപ ഈ ഭാഗം വയ്ക്കുന്നയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം. മനസ്സിലായ? ഇനി ഈ മരണപ്പെട്ട സ്ത്രീയുടെ മാതാപിതാക്കൾ ജീവനോടെ ഇല്ലെങ്കിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ 2.5 ലക്ഷം രൂപ ബാക്കി വരും. അത് എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. സർവജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിൻ്റെ കണക്കാണിത്. നമ്മൾ 2 വട്ടം വായിച്ചു. അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നും അള്ളാഹു സർവജ്ഞനാണെന്നും. അങ്ങനെയുള്ള ആ അള്ളാഹുവിൻ്റെ കണക്ക് അതാണിത്. ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്ന ഈ കണക്ക് ഭാഗം വയ്ക്കുന്നയാൾക്ക് നഷ്ടം വരാത്ത വിധം ആർക്കെങ്കിലും ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. 1400 കൊല്ലമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ ഈ കണക്കുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് വളരെ സങ്കീർണമായ കണക്കൊന്നുമല്ല, നിസ്സാരമായ കണക്കാണ്. തുക നിസ്സാരമെന്നല്ല ഞാൻ പറഞ്ഞത്, കണക്ക് നിസ്സാരമാണ്. സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള കണക്കാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പോലും അവരുടെ വിൽപ്പത്രം എഴുതുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ടായിരിക്കും അവരുടെ സ്വത്ത് ഭാഗം വെച്ചിട്ടുണ്ടാവുക. തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഓരോ മകനും മകൾക്കും ഭാര്യയ്ക്കും മറ്റുള്ളവർക്കൊക്കെ കിട്ടേണ്ടത് കൃത്യമായി തന്നെ ആയിരിക്കും. അല്ലാതെ അത് ഭാഗം വയ്ക്കാൻ പോകുമ്പോൾ ഭാഗം വയ്ക്കാൻ നിൽക്കുന്ന ആൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കാശ് കൊടുക്കേണ്ട ഗതികേട് വരാറില്ല. സാധാരണ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ, അവരുടെ അറിവ് പോലും സർവജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അൽ റാസി പറഞ്ഞത് ജിയോമെട്രിയും ആസ്ട്രോണമിയും മെഡിസിനും ലോജിക്കും ഒക്കെ എഴുതിയിരിക്കുന്ന, അതൊക്കെ അത്തരം വിഷയങ്ങളിൽ എഴുതിയിരിക്കുന്ന, ശാസ്ത്രവുമായി എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ അത് ഖുർആനേക്കാൾ ദിവ്യമായ വെളിപാടുകൾ ആണെന്ന് പറയേണ്ടി വരുമല്ലോ എന്ന്. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയ അൽ റാസി എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന്? അടിമുടി കണക്ക് തെറ്റിക്കിടക്കുന്ന ഈ ഖുർആൻ എന്ന ചവറ് പുസ്തകമാണ് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. അങ്ങനെയുള്ള ഇസ്ലാം മതത്തിൻ്റെ സംഭാവനയാണ് ഗണിതശാസ്ത്രം എന്നൊക്കെ തള്ളിവിടണമെങ്കിൽ ഉളുപ്പില്ലായ്മയിൽ ഡബിൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വക്താവായ ഷമാ മുഹമ്മദിന് ആ ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷമാ മുഹമ്മദിനെ പോലെയുള്ള ജിഹാദിനികളെ പിടിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തുന്നതിൻ്റെ വില ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഈ കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിൻ്റെയും ഇസ്ലാമിൻ്റെയും അവസ്ഥ. ഇത്തരം ഇസ്ലാമിക പ്രീണനങ്ങൾ നടത്തും തോറും ജനങ്ങൾ, ഇന്ത്യൻ ജനത ഇവരെ ഇലക്ഷനിൽ തോൽപ്പിക്കും, കോൺഗ്രസിനെ തോൽപ്പിക്കും. മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ നടക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇലക്ഷനെ തോറ്റു കഴിയുമ്പോൾ തോറ്റതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്ത് അത് പരിഹരിക്കേണ്ടതിന് പകരം മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണുവെച്ച് ഇവർ കൂടുതൽ ഇസ്ലാമിക പ്രീണനം നടത്തും. അപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ തോൽക്കും.
കൂടുതൽ ഇടങ്ങളിൽ തോൽക്കും തോറും കൂടുതൽ ഇസ്ലാമിക പ്രീണനവുമായിട്ട് വരും, വീണ്ടും തോൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ ഗതി. ഇസ്ലാമിൻ്റെയും സ്ഥിതി ഇത് തന്നെയാണ് കേട്ടോ. ശാസ്ത്രത്തിൻ്റെയും മറ്റും കൂട്ടുപിടിച്ച് അള്ളാനെയും ഖുറാനെയും മുഹമ്മദിനെയും ഒക്കെ മഹാസംഭവങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ഗുണ്ടും കൊണ്ടുവരും. സോഷ്യൽ മീഡിയയിൽ ഈ പണ്ടത്തെ പോലെയല്ല, സോഷ്യൽ മീഡിയയുടെ കാലമാണിത്, പണ്ടത്തെ പോലെയല്ല. പണ്ട് ഈ പ്രധാന പത്രങ്ങളെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലമല്ല ഇത്. ഏതൊരുത്തരും കാര്യം പറയാം, കേൾക്കാൻ ആൾക്കാരും ഉണ്ട്, മനസ്സിലായ? അപ്പോൾ അങ്ങനത്തെ ഒരു കാലമായതുകൊണ്ട് ഇവന്മാർ ഇത്തരം ഗുണ്ടും കൊണ്ട് വരുന്നതേ ഓർമ്മ കാണുള്ളൂ. ഗുണ്ട് പൊട്ടിച്ചാൽ ഗുണ്ടിൻ്റെ പുക ആ അന്തരീക്ഷത്തിൽ അലിഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ ആ ഒരു സ്പേസിലേക്ക് പോയിട്ടുണ്ടാവും, മനസ്സിലായ? അപ്പോൾ ഒരു പ്രാവശ്യം സ്പേസിൽ പോയി പിന്നെ തിരിച്ചിറങ്ങി വരുമ്പോൾ അതിൻ്റെ കേട് മാറ്റാൻ വേണ്ടി അടുത്ത പ്രാവശ്യം അതിനേക്കാളും വലിയ ഗുണ്ടും കൊണ്ടുവരും. അപ്പോഴും ഇത് തന്നെ സംഭവിക്കും. തിരിച്ചു വരുമ്പോൾ ഈ സമുദായത്തിനകത്തുള്ള ഈ ചീത്തപ്പേരി അല്ലെങ്കിൽ നാണക്കേട് അത് മാറ്റണ്ടേ, അത് മാറ്റാൻ വേണ്ടി ഇവന്മാർ ഇതിനേക്കാളും വലുതും പറഞ്ഞുകൊണ്ട് വരും, വീണ്ടും ഏറിപ്പോവും. ഇത് തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്, മനസ്സിലായോ? ഏതായാലും ഷമാ മുഹമ്മദ് പറഞ്ഞ സയൻസിൻ്റെ ജനയിതാവായ ഇസ്ലാമിനെക്കുറിച്ച്, സയൻസ് ഇസ്ലാമിൽ നിന്ന് വന്നു, ഇസ്ലാം മതമാണ് സയൻസ് സൃഷ്ടിച്ചതെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഇസ്ലാമിനെക്കുറിച്ച്, അത്തരമുള്ള ആ ഒരു ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള സയൻസിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപയും കരുതലും സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെയും മേലുണ്ടാകട്ടെ. മഹത്വം എന്നേക്കും കർത്താവിന് തന്നെ ഇരിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.